ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകനെ കാണാതായ അരുന്ധതിയെ ഹരിസാർ നേരിട്ട് ചെന്ന് കാണുന്നു. കാര്യങ്ങളിൽ സംശയം തോന്നിയ ഹരിസാർ സ്വന്തം മകനെ കാണാതായ ഒരു അമ്മയുടെ വിഷമമൊന്നും അരുന്ധതിയുടെ മുഖത്ത് കാണുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹരിസാർ അന്വേഷണം തുടരുന്നു. കേന്ദ്രത്തിലും കേരളത്തിലും സ്വാധീനമുള്ളതിനാൽ ഈ കേസ് താൻ അന്വേഷിക്കാമെന്ന് ഹരിസാർ പറയുമ്പോൾ അരുന്ധതി ആകെ ഭയപ്പെടുന്നു. കേസ് ശക്തമായി അന്വേഷിച്ചാൽ തങ്ങളുടെ കള്ളക്കളികളെല്ലാം വെളിച്ചത്താക്കുമെന്ന് അരുന്ധതി ഉറപ്പിക്കുന്നു. ഹരിസാറിൻ്റെ നീക്കങ്ങൾ കുടുംബാംഗങ്ങളോട് വെളിപ്പെടുത്തുന്നു. അരുന്ധതിയെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും തൻ്റെ സംശയങ്ങളും ഹരിസാർ നന്ദൻ, പ്രഭാവതി, സിദ്ധാർത്ഥ് എന്നിവരോട് പങ്കുവയ്ക്കുന്നു. ആരോ എന്തൊക്കെയോ കാര്യങ്ങൾ മൂടിവെക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹരിസാർ സ്ഥലം സന്ദർശിക്കുന്നു. ഋഷിയെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന് നന്ദൻ പറയുന്ന സ്ഥലം നേരിട്ട് കണ്ട് അന്വേഷിക്കാനായി ഹരിസാർ നന്ദനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. അരുന്ധതിയുടെ ദേഷ്യവും ഋഷിയുടെ വാശിയും കൂട്ടാളികളെ ചീത്ത വിളിക്കുന്നു. നന്ദനെയും പ്രഭാവതിയെയും തകർക്കാൻ വേണ്ടി ഇസബെല്ലയും കെവിനും ഋഷിയും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളോട് തനിക്ക് താല്പര്യമില്ലെന്ന് അരുന്ധതി തുറന്നു പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നു. ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നും വേണമെങ്കിൽ താൻ പ്രഭാവതിയുടെയും നന്ദൻ്റെയും കാലു പിടിക്കാമെന്നും അരുന്ധതി പറയുന്നു. പിന്മാറില്ലെന്ന് ഋഷി വാശി പിടിക്കുന്നു. എന്നാൽ തൻ്റെ ലക്ഷ്യം കാണുന്നതുവരെ ഇതിൽ നിന്നും പിന്മാറില്ലെന്നും വേണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നും ഋഷി ദേഷ്യത്തോടെ വ്യക്തമാക്കുന്നു. കെവിൻ്റെ ഭയം കൂട്ടുപ്രതിയാകുമെന്ന പേടി കാരണം ഇങ്ങനെ മുന്നോട്ടു പോയാൽ നിങ്ങൾ കൂട്ടുപ്രതികളായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അരുന്ധതി മുന്നറിയിപ്പ് നൽകുമ്പോൾ കെവിൻ ആകെ ഭയപ്പെടുന്നു. ഒരു പുതിയ ജീവിതം സ്വപ്നം കാണുന്ന കെവിൻ കാര്യങ്ങൾ ഇത്രയും വഷളാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ കെവിൻ എന്ത് തീരുമാനമെടുക്കും എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷയോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.